ഇനി അടുത്ത് നോക്കാം. പക്ഷിപ്പനിയുടെ മറ്റൊരു വകഭേദമാണ് H5N2 എന്ന് പറയുന്നത്. H5N2 അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയൊക്കെ തന്നെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ തലച്ചോറിനെയൊക്കെ ഇൻഫെക്റ്റഡ് ആക്കുന്നത് കൊണ്ട് തന്നെ ഇത് വന്നാൽ. ഹായ്, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോ അടുത്തിടെ പരീക്ഷകൾക്കായിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മറ്റൊന്നുമല്ല, രോഗങ്ങളും അതുപോലെ തന്നെ അവയ്ക്കായിട്ടുള്ള വാക്സിനുകളും ഡിസീസുകളും വാക്സിനുകളും. നമ്മുടെ LGS തലം മുതൽ ഡിഗ്രി തലം വരെ എല്ലാ പരീക്ഷകൾക്കും, പ്രിലിമിനറി ആയിക്കോട്ടെ മെയിൻസ് എക്സാം ആയിക്കോട്ടെ, അവിടെയൊക്കെ ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് പല രോഗങ്ങളും ഇന്ത്യയിൽ ഇപ്പോൾ അടിക്കടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ. നിപ്പ, അതുപോലെ തന്നെ എംപോക്സ്, നമ്മൾ അടുത്തിടെ കേട്ടിട്ടുള്ള അമീബിക് മസ്തിഷ്ക ജ്വരം, ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങളൊക്കെ നമ്മൾ ദിനവും പത്രത്തിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ മുൻപുള്ള പല രോഗങ്ങൾക്കും ഇന്ത്യ തന്നെ തദ്ദേശീയമായിട്ട് വാക്സിനുകൾ കണ്ടുപിടിച്ച് അത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ട്രയൽ റണ്ണിൽ ഇരിക്കുന്ന പല വാക്സിനുകളും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലെ. ഇനി വരുന്ന പരീക്ഷകൾക്ക് നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കേണ്ടതുണ്ട്. സോ അപ്പൊ നമുക്ക് ഈ ഭാഗത്തൂടെയുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് ഭാഗമാണ്. നമ്മുടെ ഡിസീസ് ആൻഡ് വാക്സിൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഏതൊക്കെയാണ് റീസെന്റ് ആയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള, ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള രോഗങ്ങൾ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പലയിടത്തും ചർച്ചാ വിഷയങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പല രോഗങ്ങൾക്കായിട്ടും ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ട് കണ്ടെത്തിയിട്ടുള്ള വാക്സിനുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം ഒരു ചോദ്യം നോക്കാം. റീസെന്റ് ആയിട്ട് നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാവുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. നോക്കിക്കേ, ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് എ റെയർ ബട്ട് ഡെഡ്ലി ഇൻഫെക്ഷൻ റിപ്പോർട്ടഡ് റീസെന്റ് ഇൻ നോർത്തേൺ കേരള. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്? അപ്പോ നമ്മുടെ നോർത്തേൺ കേരളയിൽ റീസെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോഴും രോഗം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ രോഗത്തിനെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള വിവരണങ്ങളും നോക്കാം. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ദ ഡിസീസ് ഈസ് നോൺ ആസ് അമീബിക് മെനിഞ്ചോ എൻസിഫിലൈറ്റിസ്. അമീബിക് മെനിഞ്ചോ എൻസിഫിലൈറ്റിസ്. സോ ഇത് ഈ ഒരു വാക്ക് കേട്ടിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ പത്രങ്ങളിലെ അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഈ രോഗം അമീബിക് മെനിഞ്ചോ എൻസിഫിലൈറ്റിസ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ സെക്കൻഡ് നോക്കാം, കോസ്ഡ് ബൈ ദ പാത്തോജൻ എൻഡാമോബി ഹിസ്റ്റോലിക്ക എന്ന് പറയുന്ന ഒരു പാത്തോജൻ കാരണമാണ് ഇത് ഉണ്ടാകുന്നത് പറയുന്നുണ്ട്. സോ നമുക്ക് അത് ചിലപ്പോൾ കിട്ടണം എന്നില്ല. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, കോസ്ഡ് ബൈ നെഗ്ലേരിയ ഫൗലേരി. അപ്പൊ നമുക്ക് അവിടെ ഒരു ഡൗട്ട് വരാൻ അല്ലെ, രണ്ട് പാത്തോജൻസിന്റെ പേര് കൊടുത്തിരിക്കുവാണ്. സോ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. അതായത് ഈ രോഗത്തെക്കുറിച്ചും ഈ രോഗം പരത്തുന്ന പാത്തോജനെ കുറിച്ചും കൃത്യമായിട്ട് വായിച്ച് അറിവുള്ളവർക്ക് മാത്രം ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി യൂഷ്വലി ഫട്ടൽ ഇൻഫെക്ഷൻ ഓഫ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് ഇത് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ബാധിക്കുന്ന ഒരു ഡെഡ്ലി ഡിസീസ് എന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്ത് എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? വെറുതെ നമുക്ക് ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം എന്താണെന്ന് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ നമുക്ക് എന്താണ്, എവിടെയെങ്കിലും ഒക്കെ നമ്മൾ വാർത്തകളിൽ കൃത്യമായിട്ട് ഈ പാത്തോജൻസിനെ അറിയാവുന്നവർക്ക് മനസ്സിലാകും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം അല്ലെ. അപ്പോ ഈ ഒരു അമീബിക് മെനിഞ്ചോ എൻസിഫിലൈറ്റിസ് എന്ന് പറയുന്ന രോഗം പരത്തുന്ന പാത്തോജൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രോഗകാരി എന്ന് പറയുന്നത് നെഗ്ലേരിയ ഫൗലേരി ആണ് അല്ലെ. നെഗ്ലേരിയ ഫൗലേരി നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിനെ കുറിച്ചൊന്ന് നോക്കാം. 2023 ഈ രോഗം എന്ത് ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ആലപ്പുഴയിൽ മാത്രമല്ല, നമ്മുടെ നോർത്തേൺ കേരളയിലും സദേൺ കേരളത്തിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രോഗം ഒരുപാട് സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിക്കേ, പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്നാണ് ഈ രോഗത്തെ അറിയപ്പെടുന്നത്. പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ്, നമ്മൾ മലയാളത്തിൽ ഇതിനെ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഈ ഒരു
ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ഡെഡ്ലി ഡിസീസ് ആണ് അല്ലെ. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെയും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയൊക്കെ തന്നെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ തലച്ചോറിനെയൊക്കെ ഇൻഫെക്റ്റഡ് ആക്കുന്നത് കൊണ്ട് തന്നെ ഇത് വന്നാൽ മരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെ. അപ്പോ എന്താണ് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ്? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോ മലിനജലത്തിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന, അപ്പോ ശാസ്ത്രജ്ഞർ പറയുന്നത് മലിനജലത്തിൽ മാത്രമല്ല ശുദ്ധജലത്തിലും ഈ അമീബ കാണപ്പെടുന്നുണ്ടെന്നാണ്. അപ്പൊ മലിനജലത്തില് സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ മൂലമുണ്ടാകുന്ന അപൂർവ മസ്തിഷ്ക അണുബാധയാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ട് കഴിഞ്ഞ LGS പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. LGSന്റെ 2ാം ഘട്ടം എഴുതിയവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്, അല്ലെങ്കിൽ ആ അമീബ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രോഗത്തെ നെഗ്ലേറിയാസിസ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തറിയപ്പെടുന്നുണ്ട്? നെഗ്ലേറിയാസിസ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ രോഗകാരി എന്താണെന്ന് അറിയണ്ടേ, അല്ലെങ്കിൽ ആ രോഗകാരിയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? അതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കിക്കേ, നെഗ്ലേറിയ ഫൗലേരി. നെഗ്ലേറിയ ഫൗലേരി എന്ന് പറയുന്ന അമീബയാണ് ഈ ഒരു നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഈ ഇൻഫെക്ഷന് കാരണമാകുന്നത് നെഗ്ലേറിയ ഫൗലേരി എന്ന് പറയുന്ന അമീബയാണ്. നോക്കിക്കേ, ഇതൊരു ശുദ്ധജലത്തിൽ വസിക്കുന്ന അമീബയാണ്. കണ്ടോ, ശുദ്ധജലത്തിലും കാണുന്നു, മലിനജലത്തിൽ മാത്രമല്ല ശുദ്ധജലത്തിലും ചൂട് നീരുറവുകളിൽ പോലും ഈ അമീബയുടെ സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രഷ് വാട്ടർ റിസോഴ്സസ് ആയിട്ടുള്ള കിണർ, അതുപോലെ തന്നെ നദികള്, കെട്ടിക്കിടക്കുന്ന കുളങ്ങള്, അങ്ങനെയുള്ള സ്ഥലത്തും ഈ അമീബയെ കാണപ്പെടുന്നുണ്ട് പറയാറുണ്ട് കേട്ടോ. അപ്പൊ തടാകങ്ങൾ, നദികൾ, ചൂട് നീരുറവുകള്, വ്യവസായ പ്ലാന്റുകള് എന്നിവിടെ നിന്നുള്ള വെള്ളത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അമീബയെ കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് ആ ചോദ്യം എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങളോട് മാത്രമല്ല, ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളം പ്രത്യേക നയം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം രോഗികൾ നമുക്ക് കൂടുതലായിരുന്നു. മാത്രമല്ല നമ്മൾ ഇതിനു വേണ്ടി മരുന്നും വാക്സിനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ടുള്ള ഒരു രോഗമായതുകൊണ്ട് തന്നെ ഇനിയും ഇവിടുന്ന് ചോദ്യം വരാം. അപ്പൊ മറക്കണ്ട, ഇതിന്റെ രോഗകാരിയെ പ്രത്യേകം ഓർത്തിരിക്കുക, നെഗ്ലേറിയ ഫൗലേരി. ഓക്കെ, നെഗ്ലേറിയ ഫൗലേരി. ഇനി അതുപോലെ തന്നെ അടുത്തൊരു രോഗം നമുക്ക് നോക്കാം. ഇത് കേരളം മാത്രമല്ല, എനിക്ക് തോന്നുന്നു രണ്ടാമതൊരു തവണ കൂടി ലോകാരോഗ്യ സംഘടനയെ കൊണ്ട് അടിയന്തരാവസ്ഥ, ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിപ്പിച്ച ഒരു രോഗമാണ് എംപോക്സ് അഥവാ മങ്കി പോക്സ് എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾക്കറിയാം 2022 ഈ ഒരു രോഗം പല സ്ഥലങ്ങളിലും, ഇന്ത്യയിൽ ഉൾപ്പെടെ ഇതിന്റെ വകഭേദം പല രാജ്യങ്ങളിലും പിടികൂടിയത് അല്ലെങ്കിൽ പടർന്നു പിടിച്ചതിനെ തുടർന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കേ, 2024 സെപ്റ്റംബറിൽ റീസെന്റ് ആയിട്ട് നമ്മൾ കടന്നുപോയ മാസം അല്ലെ, ഈ എംപോക്സ് നമ്മുടെ മലപ്പുറത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടാണോ എംപോക്സ് സ്ഥിരീകരിക്കുന്നത്? അല്ല. 2022 കേരളത്തിൽ ആദ്യമായിട്ട് എംപോക്സ് സ്ഥിരീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ് അല്ലെ. കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ഈ കുരങ്ങുപനി അഥവാ മങ്കി പോക്സ് അഥവാ എംപോക്സ് എന്ത് ചെയ്തത്, സ്ഥിരീകരിച്ചത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്കൊരു സൂണോട്ടിക് ഡിസീസ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് എംപോക്സ്. എന്താണടാ സൂണോട്ടിക് ഡിസീസസ്? ഒരിക്കൽ PS ചോദിച്ചിട്ടുണ്ട്, എന്താണ് സൂണോട്ടിക്? അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇത് എന്താണ്? എംപോക്സ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് കേട്ടോ. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം എംപോക്സിനെ കുറിച്ചുള്ളതാണ്. നോക്കിക്കേ, ഈ പറയുന്ന ഈ കാണുന്ന സൈക്കിൾ അല്ലെ, ഈ കുരങ്ങുകൾ അല്ലെങ്കിൽ മങ്കീസിൽ നിന്ന് മറ്റു പല ജീവികൾ വഴി നമ്മുടെ മനുഷ്യരിലേക്ക് പകരാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് എന്താ, എംപോക്സ് എന്ന് പറയുന്നത്. ഇനി എംപോക്സ് അഥവാ മങ്കി പോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറസ് രോഗമാണ് കേട്ടോ. വൈറസ് രോഗമാണ്. വൈറസ് രോഗം എന്ന് പറയുമ്പോൾ സ്മോൾ പോക്സ് എന്ന് പറയുന്ന അസുഖം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, സ്മോൾ പോക്സ്. ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്ന വൈറസിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു
ഒരു തരം വൈറസ് ആണ് ഈ ഒരു എംപോക്സിന് കാരണമാകുന്നത്. സ്മോൾ പോക്സ് എന്ന് പറയുന്ന അസുഖം നിങ്ങൾക്കറിയാം. ആ അതേ വൈറസിന്റെ കുടുംബത്തിൽപ്പെട്ട വൈറസ് ആണ് ഈ ഒരു എംപോക്സ് ഉണ്ടാക്കുന്നത്. ഇനി രോഗബാധ ആദ്യം കണ്ടെത്തിയത് കുരങ്ങുകളിലാണ് കേട്ടോ. ഈ ഒരു എംപോക്സ് ആദ്യമായിട്ട് കണ്ടെത്തിയത് എവിടെയാണ്? കുരങ്ങുകളിലാണ് എന്ന് ഓർത്തു വെക്കുക. അത് നമ്മൾ ഇന്ന് നോക്കും. അത് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഈ എംപോക്സിന്റെ ക്ലേഡ് 1B എന്ന് പറയുന്നത് ഈ എംപോക്സിന്റെ ഒരു വകഭേദമാണ്. നമ്മൾ COVID-19 പല വകഭേദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രത്യേകിച്ച് COVID-19 ഒമിക്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് COVID-19 ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണ്. ഓക്കെ, ഈ വൈറസുകളുടെ പ്രത്യേകത ഇതിങ്ങനെ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന ഇതാണ്, ഒരു ജന്തുവാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സൂക്ഷ്മജീവികളാണ് വൈറസുകൾ എന്ന് പറയുന്നത് അല്ലെ. എപ്പോഴും ഇങ്ങനെ അതിന് പല പല വേരിയന്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു എംപോക്സിന്റെ ക്ലേഡ് 1B എന്ന് പറയുന്ന ഈ ഒരു വകഭേദം ക്ലേഡ് 1B ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മലപ്പുറത്താണ്. എംപോക്സിന്റെ ക്ലേഡ് 1B ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? മലപ്പുറത്താണ്. അപ്പൊ പശ്ചിമ ആഫ്രിക്കയിൽ കണ്ടെത്തിയ ഈ ഒരു ക്ലേഡ് 1B എന്ന് പറയുന്ന ഈ ഒരു സ്ട്രെയിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അതിവേഗം വ്യാപിക്കുന്ന ഗണത്തിലുള്ളതാണ്. അപ്പൊ രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എംപോക്സ് 2 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. മുൻപ് ഞാൻ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് 2022 മങ്കി പോക്സ് വരുമ്പോൾ കൊല്ലത്താണ് മങ്കി പോക്സ് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചെന്ന് പറഞ്ഞു അല്ലെ. അത് എംപോക്സ് 2 എന്ന് പറയുന്ന സ്ട്രെയിൻ ആണ് അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥിരീകരിച്ചത്. അപ്പൊ ആ സ്ട്രെയിന്റെ പ്രത്യേകത അത് വലിയ വ്യാപക ശേഷിയൊന്നും ഉള്ളതായിരുന്നില്ല. എന്നാൽ ഈ ഒരു ക്ലേഡ് 1Bയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെന്താണ്? ഈ ഒരു വിഭാഗം അതിവേഗം വ്യാപിക്കുന്ന ഗണത്തിലുള്ള സ്ട്രെയിൻ ആണ് ക്ലേഡ് 1B എന്ന് പറയുന്ന ഈ വിഭാഗം. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംപോക്സ് പടർന്നു പിടിച്ചപ്പോൾ ലോകാരോഗ്യ സംഘടന വീണ്ടും ഒരു ഗ്ലോബൽ എമർജൻസി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ മുൻപ് H1N1, അതുപോലെ തന്നെ പോളിയോ വൈറസ്, സിക്ക വൈറസ്, എബോള, COVID-19 ഈ രോഗങ്ങൾക്കാണ് ഇതിനു മുൻപ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ അഥവാ ആഗോള അടിയന്തരാവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എംപോക്സ് കൂടാതെ H1N1, പോളിയോ, സിക്ക, എബോള, COVID-19 ഈ രോഗങ്ങൾക്കൊക്കെ ലോകാരോഗ്യ സംഘടന COVID-19 വേണ്ടിയിട്ടുള്ള ആഗോള അടിയന്തരാവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ അതിനു മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട്? ആഗോള അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്തിട്ടുണ്ട്? പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലേഡ് 1B റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് എംപോക്സിന്റെ ക്ലേഡ് 1B റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് ക്ലേഡ് 2 എംപോക്സിന്റെ ക്ലേഡ് 2 ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലേഡ് 2 സ്ഥിരീകരിച്ചത് കൊണ്ടാണ് ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്തത്? ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നോക്കിക്കേ, നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്ററിൽ കുരങ്ങുകളിലാണ് ആദ്യമായിട്ട് ഈ രോഗം കണ്ടെത്തിയെന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ ഇതൊരു സൂണോട്ടിക് ഡിസീസ് എന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1958 ഡെൻമാർക്കിലെ കുരങ്ങുകളിലാണ് ഈ രോഗം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. ഈ ഒരു മങ്കി പോക്സ് കുരങ്ങുകളിലാണ് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. മനുഷ്യരിൽ ആദ്യമായിട്ട് ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തത് 1970 നമ്മുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ്. 1970 മനുഷ്യരിൽ ആദ്യമായിട്ട് ഈ രോഗം എന്ത് ചെയ്തത്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംപോക്സ് അതിവേഗത്തിൽ പടർന്നു പിടിച്ചതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റ് 14 എന്ത് ചെയ്തു? രണ്ടാമതും ആഗോള അടിയന്തരാവസ്ഥ, അതായത് ഒരേ രോഗത്തിന്, ഈ ഒരു എംപോക്സ് എന്ന് പറയുന്ന രോഗത്തിന് മുൻപും എന്ത് ചെയ്തിട്ടുണ്ട്? ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിപ്പോ വീണ്ടും 2024 പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും എംപോക്സ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? 2024 ഓഗസ്റ്റ് 14 എന്ത് ചെയ്തു? ആഗോള അടിയന്തരാവസ്ഥ
വീണ്ടും പ്രഖ്യാപിച്ചു. ആ ഡേറ്റ് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇപ്പൊ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് എംപോക്സ് എന്ന് പറയുന്ന. COVID-19 അതുപോലെ നമ്മുടെ അമീബിക് മസ്തിഷ്ക ജ്വരവും നിപ്പ വൈറസും ഒക്കെ PSCയുടെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എംപോക്സും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, പോകുക. നമ്മൾ പറഞ്ഞു വസൂരി വൈറസിന്റെ അല്ലെങ്കിൽ ആ സ്മോൾ പോക്സ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, സ്മോൾ പോക്സിന്റെ കാരണമാകുന്ന ആ വൈറസിന്റെ കുടുംബത്തിൽപ്പെട്ട വൈറസാണ് മങ്കി പോക്സ് പരത്തുന്നത്. അപ്പോൾ ഇതൊരു DNA വൈറസ് ആണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. സോ നിങ്ങൾക്ക് എംപോക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് എംപോക്സിന് 2 വേരിയന്റുകളാണുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു എംപോക്സ് 2 എന്ന് പറയുന്ന വേരിയന്റ്, അതാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചത്. ദെൻ നമ്മൾ പറഞ്ഞു എംപോക്സിന്റെ ക്ലേഡ് 1B എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഉണ്ട്. അത് മലപ്പുറത്താണ് സ്ഥിരീകരിച്ചത്. ക്ലേഡ് 1Bയുടെ പ്രത്യേകത എന്തെന്നാണ് നമ്മൾ പറഞ്ഞത്, അതിന് അതിവേഗ വ്യാപന ശേഷിയുണ്ട് അല്ലെ, അതിവേഗത്തിൽ സ്പ്രെഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്നാണ് ലോകാരോഗ്യ സംഘടന ഈ ഒരു എംപോക്സിന് വേണ്ടിയിട്ട് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ 2024 ഓഗസ്റ്റ് 14 ഇത്രയും കാര്യം ക്ലിയർ ആണോ? എംപോക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിപ്പ വൈറസ് അല്ലെ. പ്രത്യേകിച്ച് കോഴിക്കോടുകാർക്കും കേരളത്തിലുള്ളവർക്കും നിപ്പയെ കുറിച്ച് അധികമൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. നിപ്പ വൈറസ് 2023 മാത്രമല്ല 2024 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. നിപ്പ വൈറസ് കോഴിക്കോട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തില് പല സ്ഥലങ്ങളിലും നിപ്പ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2023 നിപ്പ 3-ാം തവണയാണ് കോഴിക്കോട് വരുന്നത്. 2018-നും 2021-നും ശേഷം 2023 3-ാം തവണ എന്ത് ചെയ്തിട്ടുണ്ട്, നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു കോഴിക്കോട്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് സ്ഥിരീകരിച്ച് 2018 പേരാമ്പ്രയിലാണ്. 2018 ആദ്യമായിട്ട് കോഴിക്കോട് നിപ്പ വൈറസ് എന്ത് ചെയ്യുന്നത്, സ്ഥിരീകരിക്കുന്നത് കോഴിക്കോട് പേരാമ്പ്രയിലാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിങ്ങൾക്കറിയാം, ഈ നിപ്പ എന്ന് പറയുന്ന രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത് മലേഷ്യയിലെ നിപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഇതിന് പേര് വന്നത്. പിന്നീട് നമ്മുടെ അടുത്ത 10th ലെവൽ അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി തലത്തിലായിരുന്നാലും LGS തലത്തിലായിരുന്നാലും ഒക്കെ ചോദിക്കാൻ, ഇവിടെയും രോഗകാരി ആരാണെന്ന് ചോദിക്കാൻ. നോക്കിക്കേ, നിപ്പയുടെ രോഗകാരി അടുത്തിടെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയുന്ന വവ്വാലാണ് നിപ്പയുടെ, പഴന്തീനി വവ്വാൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഫ്ലൈയിങ് ഫോക്സ് ആണ് നിപ്പയുടെ രോഗകാരി എന്ന് പറയുന്നത്. ആ ലെവലിൽ കൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് കണ്ടെത്തിയത് നമ്മുടെ പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് എന്ത് ചെയ്തത്, കണ്ടെത്തിയത് 2001 ഇന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. 2001 നമ്മൾ പറഞ്ഞു 2018 കേരളത്തില് കോഴിക്കോട് പേരാമ്പ്രയിൽ ആദ്യമായിട്ട് നിപ്പ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, 2018. ഇനി അടുത്തത് മറ്റൊരു രോഗത്തെ കുറിച്ച് നോക്കാം. അടുത്തിടെ നമ്മുടെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പടർന്ന രോഗമാണ് സിറ്റാക്കോസിസ് എന്ന് പറയുന്നത്. അപ്പൊ പാരറ്റ് ഫീവർ എന്ന് പറയുന്നത് വലിയ ചർച്ചയാക്കപ്പെട്ടില്ലെങ്കിലും യൂറോപ്പിൽ ചെറിയൊരു ഭീതി പടർത്തിയിട്ടുണ്ടായിരുന്ന ഒരു രോഗമാണ് ഈ പാരറ്റ് ഫീവർ എന്ന് പറയുന്നത്. ക്ലവീഡോഫിലെ സിറ്റാക്കി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഈ ഒരു രോഗത്തിന് കാരണം എന്ന് പറയുന്നത്. ക്ലവീഡോഫിലെ സിറ്റാക്കി എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണ് ഈ പാരറ്റ് ഫീവർ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. അടുത്തതിലേക്ക് നോക്കാം നമുക്ക്. ലോകാരോഗ്യ സംഘടനയുടെ 2024 ഗ്ലോബൽ ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് അനുസരിച്ച് ഹെപ്പറ്റൈറ്റിസ് B അതുപോലെ തന്നെ C വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് എന്നാ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസിന് ഹെപ്പറ്റൈറ്റിസ് A ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് B ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് C ഉണ്ട് അല്ലെ. ഹെപ്പറ്റൈറ്റിസ് B, C വൈറസ് ബാധിതരുടെ എണ്ണം കൂടുതൽ എവിടെയാണ്? ചൈനയിലാണ്. അവിടെ ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണ് കേട്ടോ. അവിടെ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 2-ാം സ്ഥാനമാണ്. അപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരമാണ് നമുക്ക് ഗ്ലോബൽ ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് B, C വൈറസ് ബാധിതരുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ചൈനയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എക്ക് എതിരായിട്ട് തദ്ദേശീയമായിട്ടൊരു വാക്സിൻ കൊണ്ടുവന്നത് ഇന്ത്യയാണ്.
അത് റീസെന്റ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? ഹെവി ഷുഗർ എന്നാണ് അല്ലെ. ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിന് വേണ്ടി ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള വാക്സിൻ ആണ് ഹെവി ഷുഗർ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കേ, 2024 മാർച്ചിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം രോഗം എന്ന് പറയുന്നത്. ലൈം രോഗം, ഇതിന്റെ രോഗകാരികളും നോക്കി വെക്കണം കേട്ടോ. ലൈം രോഗം, അതിന്റെ രോഗകാരി എന്ന് പറയുന്നത് ബൊറേലിയ ബർഗ്ഡോർഫെറി ബാക്ടീരിയ, അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ലൈം രോഗം എന്ന് പറയുന്നത്. ഒരു ചെള്ളിന്റെ കടി ഏൽക്കുന്നതിലൂടെയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഇത് എറണാകുളത്ത് മാത്രമല്ല മറ്റു പല ജില്ലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ലൈം രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ചർച്ചയായത് എറണാകുളം ജില്ലയിൽ ഇത് എന്ത് ചെയ്ത് ഡിറ്റക്ട് ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം രോഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. 2024 ഏപ്രില് മനുഷ്യരില് H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ് മനുഷ്യരില് H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഓക്കെ, ഇപ്പൊ H5N1 എന്ന് പറയുന്നത് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ആണ്. H5N1 എന്ന് പറയുന്നത് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ആണ് H5N1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ആണ് ഏത്? H1N1 എന്ന് പറയുന്നത്. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് വരെ PSC പലപ്പോഴും ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്, പന്നിപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ഏതാണ്? അവിടെ H5N1 H1N1 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ത് ചെയ്യുമായിരുന്നു, കൊടുക്കുമായിരുന്നു. സോ ഇനി നിങ്ങൾ തെറ്റിക്കേണ്ട, പക്ഷിപ്പനിക്ക് കാരണമായത് H5N1 ആണ്, പന്നിപ്പനിക്ക് കാരണമായത് H1N1 ആണ്. ഓക്കെ, ഇനി പക്ഷിപ്പനിയുടെ അതായത് H3N8 എന്ന് പറയുന്ന ഒരു വകഭേദമുണ്ട്. പക്ഷിപ്പനി എന്ന് പറയുന്നത് H5N1 ആണ്. H5N1 ആണ് പക്ഷിപ്പനി. ഇതിന്റെ മറ്റൊരു വേരിയന്റ് ആണ് H3N8 എന്ന് പറയുന്നത്. H3N8. സോ H3N8 എന്ന് പറയുന്ന വകഭേദം ബാധിച്ച് മനുഷ്യർക്കിടയിൽ ലോകത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ് കേട്ടോ. H3N8 എന്ന് പറയുന്ന പക്ഷിപ്പനിയുടെ ഒരു വകഭേദം ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യരില് പക്ഷിപ്പനി സ്ഥിരീകരിച്ച, സാധാരണ ബേർഡ്സിലോ അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന പക്ഷികളിലോ ഒക്കെയാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. എന്നാൽ മനുഷ്യരില് H5N1 എന്ന് പറയുന്ന പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് എവിടെയാണ് റീസെന്റ് ആയിട്ട്? അത് അമേരിക്കയിലാണ്. ചൈനയില് അതിന്റെ മറ്റൊരു വേരിയന്റ് കാരണം മരണം എന്ത് ചെയ്തു, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത നോക്കാം. പക്ഷിപ്പനിയുടെ മറ്റൊരു വകഭേദമാണ് H5N2 എന്ന് പറയുന്നത്. H5N2. അപ്പോൾ ഈ H5N2 ബാധിച്ച് റീസെന്റ് ആയിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോയിലാണ് കേട്ടോ. മെക്സിക്കോയിലാണ്. അപ്പോൾ പക്ഷിപ്പനിക്ക് പല വകഭേദങ്ങളുണ്ട്. അതിൽ ഒരു വകഭേദമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ H3N8 എന്ന് പറയുന്ന H3N8. അത് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്ത് ചൈനയിലാണെങ്കിൽ പക്ഷിപ്പനിയുടെ H5N2 എന്ന് പറയുന്ന വകഭേദം ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? മെക്സിക്കോയിലാണ് കേട്ടോ. മെക്സിക്കോ. അപ്പൊ മനുഷ്യരിൽ ആദ്യമായിട്ടാണ് H5N2 എന്ന് പറയുന്ന വൈറസ് എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 2024 ഏപ്രില് 3 പേർക്ക് മെഴ്സ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? ഓക്കെ, 2024 3 പേർക്ക് മെഴ്സ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. അപ്പോ മെഴ്സ് കൊറോണ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോമിനെയാണ് എന്ത് പറയുന്നത്? മെഴ്സ് കൊറോണ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, ഇതിനെയാണ് മെഴ്സ് എന്ന് പറയുന്നത്, മെഴ്സ് രോഗം. ഓക്കെ, അപ്പൊ ഇത് റീസെന്റ് ആയിട്ട്, ഇത് മുൻപും നമുക്ക് പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ടെങ്കിലും റീസെന്റ് ആയിട്ട് ഇത് സ്ഥിരീകരിച്ചത് എവിടെയാണ്? സൗദി അറേബ്യയിലാണ്. COVID-19 കാരണമായിട്ടുള്ള SARS-CoV-2 വൈറസ് ആയിട്ട് വളരെ സാമ്യമുള്ള വൈറസ് ആണ് ഏത്? മെഴ്സ് കോവ് എന്ന് പറയുന്ന ഈ ഒരു വൈറസ്. ഓക്കെ, അതിന്റെ ഉറവിടം എന്ത് തന്നെയാണ്? വവ്വാൽ തന്നെയാണ്. ഇത് ആദ്യമായിട്ട് 2012 സൗദി അറേബ്യയിലാണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്.
2012 എവിടെയാണ് കണ്ടെത്തുന്നത്? സൗദി അറേബ്യയിലാണ് ഈ മെഴ്സ് കൊറോണ എന്ന് പറയുന്ന വൈറസ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2024 ഈ ഒരു രോഗം എന്ത് ചെയ്തു? 2024 ഏപ്രിലില് 3 പേർക്ക് ഈ രോഗം സൗദി അറേബ്യയിൽ വീണ്ടും ബാധിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ നോക്കാം. അടുത്തിടെ US റിപ്പോർട്ട് ചെയ്ത COVID-19 പുതിയൊരു വേരിയന്റ് ആണ് ഫ്ലേർട്ട് എന്ന് പറയുന്ന ഒരു വേരിയന്റ്. ഓക്കെ, അപ്പൊ ഈ ഫ്ലേർട്ട് എന്ന് പറയുന്ന വേരിയന്റ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ US COVID-19 വേരിയന്റുകൾ ചോദിക്കും, പഠിച്ചു വെക്കണം. ഇപ്പോഴും നിങ്ങൾക്കറിയാലോ പല വേരിയന്റുകളും പലയിടത്തും സ്പ്രെഡ് ആവുന്നുണ്ട്. സോ അപ്പൊ ഈ ഫ്ലേർട്ട് എന്ന് പറയുന്നത് ഒമിക്രോണിന്റെ മറ്റൊരു JN1 ഒമിക്രോണിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു വൈറസുകളുടെ ഏറ്റവും വലിയ നമുക്ക് COVID-19 എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം തന്നെ ഈ വൈറസുകൾക്ക് ഇത്രയും മ്യൂട്ടേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ്. ഒത്തിരി മ്യൂട്ടേഷൻസ്, നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ മ്യൂട്ടേഷൻ സംഭവിച്ച വേരിയന്റുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് വൈറസുകൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ COVID-19 ദക്ഷിണാഫ്രിക്കൻ വകഭേദമായിട്ടുള്ള ഒമിക്രോണിന്റെ തന്നെ മറ്റൊരു വകഭേദമാണ് JN1 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? JN1 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലായിരുന്നാലും US ഒക്കെ പടർന്നു പിടിച്ച വലിയൊരു ഒരുപാട് പേർക്ക് COVID-19 ബാധിക്കാൻ കാരണമായ ഒരു വേരിയന്റ് ആയിരുന്നു JN1. ഈ JN1 മറ്റൊരു വകഭേദമാണ് US സ്ഥിരീകരിച്ച ഈ ഫ്ലേർട്ട് എന്ന് പറയുന്ന ഈ ഒരു COVID-19 വേരിയന്റ്. ഓക്കെ, അപ്പൊ ഒമിക്രോണിന്റെ വകഭേദമാണ് JN1 മറ്റൊരു വകഭേദമാണ് ഫ്ലേർട്ട് എന്ന് പറയുന്ന ഈ വകഭേദം. ഇനി എടുത്തു നോക്കേ, നമ്മുടെ ഇന്ത്യയില് ഗുജറാത്തില് സ്ഥിരീകരിച്ച മറ്റൊരു രോഗത്തെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. രോഗത്തിന്റെ പേര് ഇങ്ങനെയാണ്, ചാന്ദിപുര വൈറസ്. അപ്പോ ഈ ചാന്ദിപുര വൈറസ് എന്ന് പറയുന്നത് മണലീച്ചകളിലൂടെയും കൊതുകുകളിലൊക്കെ കൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു രോഗം പകരുന്നത്. ചാന്ദിപുര വൈറസ് പകരുന്നത് മണലീച്ചകളിലൂടെയും കൊതുകുകളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ വൈറസ് പകരുന്നത്. സോ ഇത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയില് ഗുജറാത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? ഗുജറാത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. CHPV വൈറസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. CHPV വൈറസ്, ചാന്ദിപുര വെസിക്കുലോ വൈറസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സോ 1965 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള ചാന്ദിപുരയിലാണ് എന്ത് ചെയ്യുന്നത് ഈ രോഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ രോഗത്തിന് ഈ പേര് വന്നത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? ചാന്ദിപുര വൈറസ് എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഇതാദ്യമായിട്ട് 1965 ഈ ഒരു രോഗം സ്ഥിരീകരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ചാന്ദിപുരയിലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാന്ദിപുര വൈറസ് കൂടുതലായിട്ടും കുട്ടികളിലൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത് ഈ ഒരു രോഗം ബാധിക്കുന്നത്. അപ്പൊ 2024 ഈ ഒരു വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ്. ഇനി അടുത്ത നോക്കിക്കേ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കുറച്ച്, എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ട് പഴകിയ ഒരു രോഗമാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത് അല്ലെ? എന്നാൽ അടുത്തിടെ ഈ ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് ഒരു സംസ്ഥാനം പ്രഖ്യാപിച്ചു. മഹാമാരി എന്ന് പറയുമ്പോൾ അത്രത്തോളം ആ രോഗം ബാധിച്ച ആളുകൾ അവിടെ ഉണ്ടായിട്ടായിരിക്കണം ആ ഒരു രോഗത്തെ അങ്ങനെ ഒരു മഹാമാരിയായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കെയർ ആ രോഗികൾക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അല്ലെ? അപ്പോ ഈ ഡെങ്കിപ്പനിയെ അടുത്തിടെ 2024 സെപ്റ്റംബറിൽ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയാണ് കേട്ടോ. കർണാടകയാണ് ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത്. സോ 2020 കർണാടക എപ്പിഡമിക് ഡിസീസ് ആക്ട് ഭേദഗതി ചെയ്തിട്ടാണ് ഈ ഒരു ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത് അല്ലെ? കോവിഡ് നിങ്ങൾക്കറിയാം ഒരു മഹാമാരിയായിരുന്നു അല്ലെ? അതുപോലെ ഡെങ്കിപ്പനി കർണാടകയിലെ എപ്പിഡമിക് ഡിസീസ് ആക്ട് അമെൻഡ് ചെയ്തിട്ട് ഇതിനെ എന്തായിട്ട് പ്രഖ്യാപിച്ചു? ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചു. നല്ലൊരു ചോദ്യമൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇനി നോക്കിക്കേ, അടുത്തത് 2023
H9N2 എന്ന് പറയുന്ന വൈറസ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? പുതിയൊരു വൈറസ് ആണ്. H9N2 വൈറസ് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ് കേട്ടോ. 2023 നവംബറിലാണ് H9N2 വൈറസ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? ചൈനയിലാണ്. ഇനി മറ്റൊന്ന് നോക്കിക്കേ, പന്നിപ്പനി ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് വൈറസിന്റെ വകഭേദമായിട്ടുള്ള H1N2 ആദ്യമായിട്ട് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്ത രാജ്യം. നമ്മൾ തൊട്ട് മുൻപേ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷിപ്പനിയുടെ H3N8 ആയിരുന്നാലും അതുപോലെ തന്നെ H5N2 ആയിരുന്നാലും ഒക്കെ മനുഷ്യരിൽ കണ്ടെത്തി. അതുപോലെ തന്നെ അത് കാരണം ചൈനയിലൊക്കെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പകരുന്നുണ്ട്. എന്നാൽ പന്നിപ്പനി ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞു H1N1 അല്ലെ, H1N1. അപ്പോ ഈ ഒരു പന്നിപ്പനി ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് വൈറസിന്റെ വകഭേദമാണ് H1N2 എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും അവിടെ മറ്റൊരു വേരിയന്റ് ആണ് H1N2 എന്ന് പറയുന്നത്. ഈ ഒരു വേരിയന്റ് ആദ്യമായിട്ട് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടനിലാണ് കേട്ടോ. ഈ ഒരു പന്നിപ്പനി ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ വൈറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് വൈറസ് ആയിട്ടുള്ള H1N2 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അത് ബ്രിട്ടനിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഇനി അടുത്തത് COVID-19. നമ്മൾ നേരത്തെ COVID-19ന്റെ US വകഭേദത്തെ കുറിച്ച് നോക്കിയേ. ലെഫ്ലേർട്ട് എന്ന് പറയുന്ന വേരിയന്റിനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കേ, UK അതിവേഗ വ്യാപനത്തിന് കാരണമായിട്ടുണ്ടായിരുന്ന COVID-19ന്റെ മറ്റൊരു വകഭേദമാണ് എറിസ് അഥവാ EG51 എന്ന് പറയുന്നത്. എറിസ് അഥവാ EG51. എറിസിന്റെ വ്യാപനം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ മാത്രമല്ല, യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക ഈ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട്. അപ്പൊ EG51 വേരിയന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെയാണ് സ്ഥിരീകരിച്ചതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. സോ UK മാത്രമല്ല, ഈ എറിസ് എന്ന് പറയുന്ന ഇത് ഒരു PQ ആണ് കേട്ടോ. മുൻപ് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിലും കൂടി ഇത് പടർന്നു പിടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ UK അതിവേഗ വ്യാപനത്തിന് കാരണമായ COVID-19ന്റെ വകഭേദമാണ് EG1 അഥവാ EG51 അഥവാ എറിസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ വകഭേദം പടർന്നു പിടിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. നെക്സ്റ്റ് വൺ നോക്കാം. വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് നമ്മൾ വരുവാണ്. 2023 ജൂണില് വെസ്റ്റ് നൈൽ വൈറസ്, ഇതൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. വെസ്റ്റ് നൈൽ വൈറസ്, ഈ ഒരു വെസ്റ്റ് നൈൽ വൈറസ് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലാണ്. ഈ വെസ്റ്റ് നൈൽ വൈറസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വെസ്റ്റ് നൈൽ വൈറസ് ബാധ ഉണ്ടാകുന്നത് ക്യൂലെക്സ് കൊതുകാണ് കേട്ടോ. അത് ക്യൂലെക്സ് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ എന്ന് പറയുന്നത്. ക്യൂലെക്സ് കൊതുകാണ് ഇതിന് കാരണമാകുന്നത്. നിങ്ങൾ ഈ രോഗം എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പഠിക്കുന്നതിലുപരി ഇതിന്റെ രോഗകാരിയെ പഠിച്ചു വെക്കണം. കാരണം നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ലെവലിലുള്ള, നമ്മൾ ഫസ്റ്റ് അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മാത്രമല്ല ഇപ്പോ നിപ്പയുടെ ആയിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ചോദിച്ച അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ആയിരുന്നാലും ഏത് രോഗത്തിന്റെ ആയിരുന്നാലും ചോദിക്കുന്നത് രോഗകാരിയാണ് ചോദിക്കുന്നത്. COVID-19ന്റെ പല വേരിയന്റുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാണ് ആ രോഗകാരി എന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ഏതാണ് രോഗകാരി എന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ക്യൂലെക്സ് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് എന്താ? വെസ്റ്റ് നൈൽ എന്ന് പറയുന്നത്. 1937 ഉഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. ഇപ്പൊ വെസ്റ്റ് നൈലിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് എവിടെയാണ്? ഉഗാണ്ടയിലാണ്. 1937 ഉഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ആദ്യമായിട്ട് ഈ വെസ്റ്റ് നൈൽ കണ്ടെത്തുന്നത് എറണാകുളത്താണോ? അല്ല. മുൻപ് 2011 ആലപ്പുഴയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെസ്റ്റ് നൈൽ ആലപ്പുഴയിൽ 2011 എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 ജൂണില് ഈ ഒരു രോഗം എന്ത് ചെയ്തിട്ടുണ്ട്? എറണാകുളത്ത് മരണം റിപ്പോർട്ട് ചെയ്യാനായിട്ട് കാരണമായ രോഗമാണ് വെസ്റ്റ് നൈൽസ് എന്ന് പറയുന്നത്. വെസ്റ്റ് നൈൽ രോഗം പരത്തുന്ന കൊതുക് ഏതാണെന്ന് പഠിച്ചു വെക്കുക. ചോദിക്കാം. ക്യൂലെക്സ് കൊതുകാണ്. ക്യൂലെക്സ് കൊതുക് പരത്തുന്ന പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ രോഗം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അഗെയിൻ COVID-19ന്റെ മറ്റൊരു വേരിയന്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇത് കേരളത്തിൽ അതിവേഗ വ്യാപനത്തിന് കാരണമായിട്ടുണ്ടായിരുന്ന COVID-19 ഒരു വേരിയന്റ് ആണ്.
അതിന്റെ പേരാണ് JN1 എന്ന് പറയുന്ന. നമ്മൾ നേരത്തെ ഫ്ലേർട്ട് എന്ന് പറയുന്ന US ബാധിച്ച COVID-19 ഒരു വകഭേദത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. അത് നമ്മൾ പറഞ്ഞു ഒമിക്രോണിന്റെ വകഭേദമായിട്ടുള്ള JN1 വകഭേദമാണ് ഫ്ലേർട്ട് എന്ന് നമ്മളിവിടെ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ JN1 എന്തല്ല, ചില്ലറക്കാരനല്ല. ഇത് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ അതിവേഗ വ്യാപനത്തിന് കാരണമായിട്ടുണ്ടായിരുന്ന ഒമിക്രോണിന്റെ പുതിയ വകഭേദമാണ് എന്തെന്ന് പറയുന്നത്, JN1 എന്ന് പറയുന്നത്. ഓക്കെ, JN1 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? ലക്സംബർഗിലാണ് JN1 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇത് ഒമിക്രോണിന്റെ തന്നെ പിറോള എന്ന് പറയുന്ന മറ്റൊരു വേരിയന്റ് ഉണ്ട്, അതിന്റെ ഒരു വകഭേദമാണ് JN1 എന്ന് പറയുന്നത്. ഒമിക്രോണിന്റെ BA.286 എന്ന് പറയുന്ന ഒരു വകഭേദമുണ്ട്, അഥവാ BA.286 അഥവാ പിറോള, അതിന്റെ വകഭേദമാണ് എന്താ, JN1 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. റീസെന്റ് ആയിട്ട് ബ്യൂബോണിക് പ്ലേഗ് എവിടെയാണ് സ്ഥിരീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിലാണ്. ബാക്ടീരിയ രോഗമായിട്ടുള്ള പ്ലേഗിന്റെ 3 രൂപങ്ങളിൽ ഒന്നാണ് എന്താ, ഈ ബ്യൂബോണിക് പ്ലേഗ് എന്ന് പറയുന്നത് കേട്ടോ. പ്ലേഗിന്റെ 3 രൂപങ്ങളിൽപ്പെട്ട ഒന്നാണ് ബ്യൂബോണിക് പ്ലേഗ്. റീസെന്റ് ആയിട്ട് ബ്യൂബോണിക് പ്ലേഗ് മീൻസ് സ്ഥിരീകരിച്ചത് അമേരിക്കയിലാണ്. ഇനി നമുക്ക് വാക്സിനുകളിലേക്ക് നോക്കാം. ഞാൻ നേരത്തെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് രോഗങ്ങൾ മാത്രമല്ല വാക്സിനുകൾ കൂടി എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം അല്ലെ. വാക്സിനുകൾ പഠിച്ചു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ COVID-19 വേണ്ടിയിട്ട് COVID-19 സ്റ്റാർട്ട് ആയപ്പോൾ COVID-19-എതിരായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച വാക്സിനാണ് നമ്മുടെ ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ എന്ന് പറയുന്നത്. കോവാക്സിൻ എന്ന് പറയുന്നത് 28 ദിവസത്തെ ഇടവേളയ്ക്കകത്താണ് നൽകേണ്ടതെന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പൊ കോവാക്സിൻ ആദ്യത്തെ വാക്സിനാണ് കോവാക്സിൻ, നമ്മുടെ ഭാരത് ബയോടെക്കിന്റെ വാക്സിനാണ്. അപ്പൊ ആരൊക്കെയാണ് കോവാക്സിൻ എടുത്തിട്ടുള്ളത്? ആരെങ്കിലും ഒക്കെ കോവാക്സിൻ എടുത്തവരുണ്ടോ? ഇനി COVID-19 വാക്സിൻ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ രണ്ടാമതായിട്ട് നമ്മുടെ പുനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ നിർമ്മാണം എടുത്തിട്ടുണ്ടായിരുന്ന വാക്സിനാണ് കോവിഷീൽഡ് എന്ന് പറയുന്നത്. കോവിഷീൽഡ് ഈ കോവിഷീൽഡ് എന്ന് പറയുന്നത് ആസ്ട്രാസെനക്കയുടെ വാക്സിനാണ്. ആസ്ട്രാസെനക്ക എന്ന് പറയുന്ന മരുന്ന് കമ്പനിയുടെ വാക്സിനാണ് കോവിഷീൽഡ്. ഈ കോവിഷീൽഡിന്റെ നിർമ്മാണം ഇന്ത്യയിൽ ഏറ്റെടുത്തിരുന്നത് പുനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലെ. എന്നാൽ ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്തതിന് ശേഷം വ്യാപകമായിട്ടുള്ള ക്രിറ്റിസിസം ഈ വാക്സിനെതിരെ വരാൻ തുടങ്ങി. അതായത് വാക്സിൻ എടുത്തവർക്ക് ബ്ലഡ് ക്ലോട്ട് ആവുന്നത് പോലെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്, മാത്രമല്ല വാക്സിന് സൈഡ് എഫക്റ്റ് വരുന്നുണ്ട് എന്ന് പല വാർത്തകളും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതിനെതിരെ ഈ ഒരു കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിനെതിരെ ഒരുപാട് പരാതികളൊക്കെ വന്നു. അങ്ങനെ ഈ വാക്സിൻ ഒരു സമയത്ത് എന്ത് ചെയ്തു, വിപണിയിൽ നിന്ന് കോവിഷീൽഡ് പിൻവലിക്കുകയുണ്ടായി. അത് വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ പഠിച്ച വാർത്തയാണ് 2024 മെയ്യിൽ ലോകമെമ്പാടുമുള്ള മാർക്കറ്റിൽ നിന്നും പിൻവലിച്ച COVID-19 വാക്സിനാണ് കോവിഷീൽഡ് എന്ന് പറയുന്നത്. കോവിഷീൽഡ് UK മരുന്ന് കമ്പനി ആയിട്ടുള്ള ആസ്ട്രാസെനക്കയാണ് എന്ത് ചെയ്തത്, ഈ വാക്സിൻ പിൻവലിച്ച്. അവർ തന്നെയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്കെതിരെ വ്യാപകമായിട്ടുള്ള ക്രിറ്റിസിസം വന്നപ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം ആസ്ട്രാസെനക്ക ചെയ്ത് എന്താണ്, കോവിഷീൽഡിനെ വിപണിയിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വാക്സിൻ എടുത്തവർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്തല്ല ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ കോവിഷീൽഡ് വിപണിയിൽ നിന്ന് പോയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. നമ്മുടെ ഡ്രഗ് കൺട്രോൾ ആൻഡ് ജനറൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച ഒമിക്രോണെതിരെയുള്ള ഇന്ത്യയുടെ തദ്ദേശീയ mRNA വാക്സിനാണ് ജെംകോവാക് OM എന്ന് പറയുന്നത്. നമ്മൾ ഓരോ വേരിയന്റുകളായിട്ട് COVID-19 ഇങ്ങനെ വരുമ്പോഴും ആ ഓരോ വേരിയന്റുകളും മ്യൂട്ടേഷൻ സംഭവിച്ചാണ് അല്ലെ. അപ്പോൾ ഓരോ മ്യൂട്ടേഷൻ സംഭവിച്ച വേരിയന്റുകൾക്കും ഓരോ തരത്തിലുള്ള വാക്സിനുകളാണ് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഒമിക്രോണിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്ത്യ തദ്ദേശീയമായിട്ടുള്ള വാക്സിൻ. ഒമിക്രോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം COVID-19 ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണ് ഒമിക്രോൺ എന്ന് പറയുന്നത്. സോ ഒമിക്രോണിനെതിരെയുള്ള ഇന്ത്യയുടെ തദ്ദേശീയ mRNA വാക്സിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ജെംകോവാക്
OM എന്ന് പറയുന്ന ജെംകോവാക് OM മീൻസ് ഒമിക്രോൺ, അതിനെ പറയുന്നതാണ് ജെംകോവാക് OM. അപ്പൊ ഇത് പുനെ ബേസ്ഡ് ആയിട്ടുള്ള ജനോവ ഫാർമസ്യൂട്ടിക്കൽസ്, നമ്മൾ പല മരുന്നുകളും അല്ലെങ്കിൽ വാക്സിനുകളും പഠിച്ചപ്പോഴൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചു കാണും ജനോവ ഫാർമസ്യൂട്ടിക്കൽസിന്റെ പേര്. സോ അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവരാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഡ്രഗ് കൺട്രോൾ ആൻഡ് ജനറൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഈ വാക്സിൻ റീസെന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച COVID-19-നെതിരായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഇൻട്രാനസൽ വാക്സിൻ ആണ് ഇൻകോവാക് എന്ന് പറയുന്നത്. ഇൻട്രാനസൽ വാക്സിൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ഭാരത് ബയോടെക് വികസിപ്പിച്ച COVID-19-നെതിരായിട്ടുള്ള ആദ്യത്തെ വാക്സിൻ ആണ് കോവാക്സിൻ എന്ന് പറയുന്നത് അല്ലെ. സോ അത് നമുക്ക് ഇൻജെക്ട് ചെയ്താണ് തരുന്നത് 28 ദിവസത്തെ ഇടവേളയിൽ. ഇത് നോക്കിക്കേ, ഇൻട്രാനസൽ വാക്സിൻ ആണ്, അതായത് നമുക്ക് മൂക്കിലൂടെ നൽകുന്ന വാക്സിൻ ആണ്. ഓക്കെ, മൂക്കിലൂടെ നൽകാൻ പറ്റുന്ന വാക്സിൻ ആണ് ഇൻകോവാക് എന്ന് പറയുന്നത്. ദെൻ ഇതും വികസിപ്പിച്ചത് ആര് തന്നെയാണ്? ഭാരത് ബയോടെക് തന്നെയാണ് വികസിപ്പിച്ചത്. ഇന്ത്യയില് ഒരുവിധം വാക്സിനുകളൊക്കെ നിർമ്മിക്കുന്നത് ഭാരത് ബയോടെക് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് നമ്മൾ 2-3 വാക്സിനുകളുടെ പേര് പഠിക്കും, ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട്. സോ അതെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഭാരത് ബയോടെക് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഭാരത് ബയോടെക്കിന്റെ വാക്സിനുകൾ നിങ്ങൾ പ്രത്യേകം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, കാരണം അത് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചാണ്. ഞാൻ നിങ്ങളോട് മുന്നും പറഞ്ഞിട്ടുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡിസീസ് ആൻഡ് വാക്സിൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മിസൈലുകളായിരുന്നാലും റോക്കറ്റുകളായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ വാക്സിനുകളായിരുന്നാലും ഇനി ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ആയിട്ടുള്ള ഒരുപാട് ഡിസീസുകളുണ്ട് അല്ലെ, ഇന്ത്യയിൽ സ്ഥിരീകരിച്ചിട്ടുള്ള ഡിസീസുകളുണ്ട്. അതിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നിങ്ങൾ പഠിക്കണം. അതെന്തായാലും ചോദിക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അടുത്തൊരു പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും അതാണ് മുൻപ് നമ്മളെ ഹെപ്പറ്റൈറ്റിസ് A രോഗത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചപ്പോൾ ഒത്തിരി തവണ നിങ്ങളോട് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പഠിക്കണം, എന്തായാലും ചോദിക്കുമെന്ന്. അത് ചോദിക്കുകയും ചെയ്തു അല്ലെ. ഇനിയും ഒരുപാട് പരീക്ഷകൾക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ അത് അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുക, ഇന്ത്യ ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം എടുത്തു വെച്ച് പഠിക്കുക. ദെൻ നോക്കിക്കേ, നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യമാ, ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യ വികസിപ്പിച്ച വാക്സിൻ ആണ് ഹെവിഷുവർ എന്ന് പറയുന്ന വാക്സിൻ. ഹെവിഷുവർ ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ബയോ ഫാർമ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഫാർമസിയാണ് ഇതെന്ത് ചെയ്തത്, ഈ ഫാർമ കമ്പനിയാണ് ഈ ഒരു വാക്സിൻ എന്ത് ചെയ്തത്, വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്ന റീസെന്റ് ആയിട്ട് 2024 തന്നെ ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ ട്രയൽ റണ്ണിൽ ഇരിക്കുന്ന TB-ക്ക് എതിരായിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ. ആ വാക്സിനാണ് MTB വാക്ക് എന്ന് പറയുന്നത്. MTB വാക്ക്. ഈ MTB വാക്ക് എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് TB-ക്ക് ട്യൂബർക്യുലോസിസിനെതിരായിട്ട് ഒരുപാട് വാക്സിനുകൾ ഉണ്ടെങ്കിലും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ രോഗത്തെ തടഞ്ഞു നിർത്താനായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ട്രയൽ റണ്ണിൽ ഇരിക്കുന്ന ഒരു വാക്സിനാണ് MTB വാക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ പോകാൻ നമ്മൾ അപ്ഡേഷൻ നിങ്ങൾക്ക് തരാം. ഇപ്പോ ഇത് ട്രയൽ റണ്ണിനാണെന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഡെങ്കിപ്പനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടകയാണെന്ന് പഠിച്ചു അല്ലെ. ഇതേ ഡെങ്കിപ്പനിക്കെതിരെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വാക്സിൻ വികസിപ്പിച്ചു. അതിന്റെ പേരാണ് ഡെങ്കി ഓൾ എന്ന് പറയുന്നത്. ഡെങ്കി ഓൾ എന്ന് പറയുന്നത് പനേസിയ ബയോടെക് ആണ് ഡെങ്കി ഓളിന്റെ നിർമ്മാതാക്കള്. ഓക്കെ, ഇപ്പൊ ഡെങ്കി ഓൾ എന്ന് പറയുന്നത് ഡെങ്കിപ്പനിക്കെതിരായിട്ട് ഇന്ത്യ തദ്ദേശീയമായി, ദേ കണ്ടോ, ഈ വാക്ക് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു വാക്ക് കണ്ടാൽ അതങ്ങ് പഠിച്ചു വെക്കണം. ഡെങ്കിപ്പനിക്കെതിരായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ് ഡെങ്കി ഓൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, നമ്മുടെ ചിക്കുൻ ഗുനിയ എന്ന് പറയുന്ന രോഗമുണ്ട് അല്ലെ. ചിക്കുൻ ഗുനിയ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് യുഎസിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അടുത്തിടെ അനുമതി നൽകിയിട്ടുണ്ടായിരുന്ന ചിക്കുൻ ഗുനിയക്കെതിരായിട്ടുള്ള വാക്സിൻ ആണ് ഇക്സ്ചിക് എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പറയുന്ന ഒരു വാക്സിൻ ആണ് അല്ലെ. അപ്പൊ അത് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലായിക്കാണ് ഈ വാക്സിൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇക്സ്റ്റിക് എന്ന് പറയുന്ന വാക്സിൻ യൂറോപ്പിലെ വാൽനേവ കമ്പനിയാണ് ഇത് വികസിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കണ്ടോ, വാൽനേവ കമ്പനിയാണ് ഇതെന്ത് ചെയ്തത്, ഇക്സ്റ്റിക് വികസിപ്പിച്ചത്. പേശിയിലേക്ക് സാധാരണ നമ്മൾ വാക്സിൻ എടുക്കുമ്പോൾ തന്നെ ഇഞ്ചക്ഷൻ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, സിംഗിൾ ഡോസ് ആയിട്ട് ഈ മരുന്ന് നൽകുന്നത്. സിംഗിൾ ഡോസ് ആണ് ഇക്സ്റ്റിക് എന്ന് പറയുന്നത്, സിംഗിൾ ഡോസ് ആണ്. ഓക്കെ, അപ്പൊ സിംഗിൾ ഡോസ് ആയിട്ടുള്ള ഇക്സ്റ്റിക് എന്ന് പറയുന്നത് എന്തിനെതിരായിട്ടുള്ളതാണ്, ചിക്കുൻ ഗുനിയക്കെതിരായിട്ടുള്ള വാക്സിൻ ആണ് ഇക്സ്റ്റിക്. നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. ഇതും ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച വാക്സിൻ ആണ്. നോക്കിക്കേ, ആരാ വികസിപ്പിച്ചത് നോക്കിക്കേ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഭാരത് ബയോടെക്. ഭാരത് ബയോടെക് ആണ് ഈ വാക്സിനും വികസിപ്പിച്ചത്. ഇത് എന്തിനെതിരായിട്ടുള്ള വാക്സിൻ ആണെന്ന് ചോദിച്ചാൽ കോളറയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ ആണ്. കോളറയെ പ്രതിരോധിക്കുന്നതിനായിട്ട് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഭാരത് ബയോടെക് ആണെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ് അല്ലെ. അപ്പോ ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ആണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇൻട്രാനസൽ വാക്സിൻ പഠിച്ചു, ഇഞ്ചക്ഷൻ രൂപത്തിൽ നൽകുന്ന വാക്സിൻ പഠിച്ചു. ഈ ഓറൽ വാക്സിൻ എന്താ, നമുക്ക് തുള്ളി മരുന്ന് പോലെ നൽകുന്ന വാക്സിൻ ആണ് ഓറൽ വാക്സിൻ. സോ അതിന്റെ പേരാണ് ഹിൽകോൾ എന്ന് പറയുന്നത്, ഹിൽകോള്. ദെൻ ഇതും സിംഗിൾ സ്ട്രെയിൻ ഓറൽ കോളറ വാക്സിൻ ആണ്. സിംഗിൾ സ്ട്രെയിൻ, അതായത് ഒറ്റ തുള്ളി മരുന്ന് ഒറ്റ പ്രാവശ്യം നമുക്ക് നൽകി നമുക്ക് ആ ഒരു വാക്സിൻ സ്വീകരിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങനെ ഒരു സംവിധാനമാണ് സിംഗിൾ സ്ട്രെയിൻ ഓറൽ വാക്സിൻ എന്ന് പറയുന്നത്. ഇത് ഭാരത് ബയോടെക് ആണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ഹിൽകോൾ എന്ന് പറയുന്ന വാക്സിൻ പുറത്തിറക്കിയത്. ആ പേരിനകത്തുണ്ട് ഹിൽകോൾ അല്ലെ, ഹിൽകോൾ കോളറ, ഹിൽകോൾ കേട്ടോ, അങ്ങനെ ഓർത്തിരിക്കാവുന്നതാണ്. ഹിൽകോൾ കോളറയെ പ്രതിരോധിക്കാനായിട്ടുള്ള ഇന്ത്യയുടെ വാക്സിൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ലെനാകാപവിർ എന്ന് പറയുന്ന വാക്സിൻ. ലെനാകാപവിർ ഇതെന്ന് പറയുന്നത് HIV അണുബാധയിൽ നിന്ന് യുവതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനായിട്ടുള്ള വാക്സിൻ ആണ് ലെനാകാപവിർ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വർഷത്തിൽ 2 ഇഞ്ചക്ഷൻ നൽകും. വർഷത്തില് 2 ഇഞ്ചക്ഷൻ നൽകുന്നതിലൂടെ HIV രോഗത്തിൽ നിന്ന് യുവതികൾക്ക് പൂർണ്ണ സുരക്ഷയൊരുക്കാൻ സാധിക്കുന്ന കുത്തിവയ്പ് മരുന്നാണ് എന്തെന്ന് പറയുന്നത്, ലെനാകാപവിർ എന്ന് പറയുന്ന വാക്സിൻ. ഓക്കെ, അല്ലെങ്കിൽ കുത്തിവയ്പ് മരുന്ന്. അപ്പൊ ഗിലിയഡ് സയൻസസ് എന്ന് പറയുന്ന കമ്പനിയാണ് എന്ത് ചെയ്തത്, ഇത് വികസിപ്പിച്ചിരിക്കുന്നത്, ഓർത്തു വെക്കണം. അപ്പൊ ലെനാകാപവിർ എന്ന് പറയുന്നത് എന്തിനെതിരായിട്ടുള്ള കുത്തിവയ്പ് മരുന്നാണ്, HIV എന്ന് പറയുന്ന രോഗത്തില്. ശരിക്കും HIV വന്നതിന് ശേഷമല്ല, അത് വരാതിരിക്കാനുള്ള വാക്സിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്രിക്കോഷൻ ആണ് അല്ലെ, ഒരു രോഗം വരാതിരിക്കാനുള്ളതാണ്. HIV വന്നു കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് മുൻപേ പൂർണ്ണ സുരക്ഷ നൽകാൻ സാധിക്കുന്ന ഒരു മരുന്ന് അല്ലെങ്കിൽ വാക്സിൻ ആണ് ലെനാകാപവിർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഇത് PQ ആണ്, ചോദിച്ചിട്ടുണ്ട്. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി. നിങ്ങൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്ന നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, ശ്വേതരക്താണുക്കൾ. ഈ ശ്വേതരക്താണുക്കൾ കാണപ്പെടുന്ന T സെല്ലുകൾ ഉണ്ട് അല്ലെ, T സെല്ലുകൾ നമ്മൾ പറയാറുണ്ട്, T സെല്ലുകൾ. ശരിക്കും ഈ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ T സെല്ലുകൾ എന്ത് ചെയ്യുക, ഒന്ന് അവർക്കൊരു മുന്നറിയിപ്പ് നൽകുക. ക്യാൻസർ സെല്ലുകള് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ രൂപം കൊള്ളുമ്പോൾ തന്നെ ആ ക്യാൻസറിനെ എതിർത്ത് നിൽക്കാനായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പറയുന്നത് CAR-T സെൽ തെറാപ്പി. C എന്ന് പറയുന്ന ഷിമറിക് ആന്റിജൻ റിസപ്റ്റർ T സെൽ തെറാപ്പി, ഷിമറിക് ആന്റിജൻ റിസപ്റ്റർ T സെൽ തെറാപ്പി, അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് ചുരുക്കി CAR-T സെൽ തെറാപ്പി എന്ന് പറയാം, CAR-T സെൽ തെറാപ്പി. അപ്പോ ഈ ചികിത്സാ രീതി അറിയപ്പെടുന്നത് CAR-T സെൽ തെറാപ്പി എന്നാണ്. ഇതൊരു ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ T സെല്ലുകളെ എന്ത് ചെയ്യുന്നു, ഒന്ന് സജ്ജരാക്കി വെക്കുന്നു ക്യാൻസർ സെല്ലുകൾക്കെതിരായിട്ട്
പ്രവർത്തിക്കാനായിട്ട്. സോ ഇങ്ങനെ ഒരു തെറാപ്പി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ IIT ബോംബെയിലാണ്. IIT ബോംബെയിലാണ് ഈ ഒരു ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി എന്ന് പറയുന്ന സംവിധാനം ആരംഭിച്ചത്. IIT ബോംബെയിലാണ്. PQ ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അർബുദ കോശങ്ങളെ ആക്രമിക്കാനായിട്ട് രോഗികളുടെ എന്ത് ചെയ്യുന്നു, T സെല്ലുകളെ സജ്ജമാക്കുന്നതാണ് ഈ ഒരു ജീൻ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ സെല്ലുകളെ ആക്രമിക്കാനായിട്ട് IIT ബോംബെയും നമ്മുടെ ടാറ്റ മെമ്മോറിയൽ സെന്ററും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വികസിപ്പിച്ചെടുത്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. അടുത്തത്, പുതിയ പുതിയ കൊറോണ വൈറസുകളുടെ വേരിയന്റ് വരുന്നത് കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ രോഗാരോഗ്യ സംഘടന എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആഗോള ലബോറട്ടറി ശൃംഖല എന്ത് ചെയ്തു, അടുത്തിടെ വികസിപ്പിച്ചു. ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക്, ഒരു ഗ്ലോബൽ ലബോറട്ടറി നെറ്റ്വർക്ക്, ഗ്ലോബൽ ലബോറട്ടറി നെറ്റ്വർക്ക്. അപ്പൊ ഈ നെറ്റ്വർക്ക് വികസിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ WHO ആണ് കേട്ടോ. കിടക്കുന്നു ലോകാരോഗ്യ സംഘടന. WHO ആണ് എന്ത് ചെയ്തത്, ഇത് വികസിപ്പിച്ചത്. എന്തിനാണെന്ന് നോക്കിക്കേ ഇത് വികസിപ്പിച്ചത്, പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങള് തിരിച്ചറിയുന്നതിനായിട്ട്. ഇപ്പൊ തന്നെ നമ്മൾ എത്ര കൊറോണ വൈറസ് വകഭേദം പഠിച്ചു. അപ്പൊ ഇങ്ങനെ ഓരോ പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ വരുമ്പോ മെഡ്സ്കോവ് ആയിക്കോട്ടെ, COVID-19 ആയിക്കോട്ടെ, JN1 ആയിക്കോട്ടെ, അല്ലെങ്കിൽ എറിസ് 51 ആയിക്കോട്ടെ, എന്ത് തന്നെ ഏത് വേരിയന്റ് ആയിരുന്നാലും അതിനെ തിരിച്ചറിയുന്നതിനും അതിനെ നിരീക്ഷിക്കുന്നതിനുമായിട്ട് ലോകാരോഗ്യ സംഘടന കൊണ്ടുവന്ന ലബോറട്ടറി ശൃംഖലയാണ് കോവിനെറ്റ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ചോദിക്കുവേ, കോവിനെറ്റ് എന്താണ് കോവിനെറ്റ്? WHO കൊണ്ടുവന്ന ലബോറട്ടറി നെറ്റ്വർക്ക് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഐഡന്റിഫൈ ആൻഡ് മോണിറ്റർ, അല്ലെ? പുതിയ COVID-19 വകഭേദങ്ങളെ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ലബോറട്ടറി ശൃംഖലയാണ്, അല്ലെ? അപ്പൊ 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്യുന്നത്, സ്ഥാപിതമാകുന്നത്. ഇതുപോലുള്ള ബേസിക് ഫാക്ടുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ കേട്ടോ. ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അദാനം ആണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ശ്വാസകോശ അർബുദത്തിനെതിരെ, ശ്വാസകോശ അർബുദത്തിനെതിരെ ബ്രിട്ടൻ വികസിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിനാണ് ലെങ്വാക്സ് എന്ന് പറയുന്നത്. ലെങ്വാക്സ് വികസിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടനാണ് ലെങ്വാക്സ് വികസിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ശ്വാസകോശ അർബുദത്തിനെതിരെ ബ്രിട്ടനാണ് ലെങ്വാക്സ് വികസിപ്പിച്ചത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റീസ്, അല്ലെ? മെനിഞ്ചസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, തലച്ചോറിനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. അപ്പോ 5 തരത്തിലുള്ള മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിനെതിരെ റീസെന്റ് ആയിട്ട് നൈജീരിയ പുറത്തിറക്കിയ വാക്സിൻ ആണ് MEN5CV എന്ന് പറയുന്ന വാക്സിൻ. MEN5CV ഈ ഒരു വാക്സിൻ പുറത്തിറക്കിയത് ആരാണ്? നൈജീരിയ ആണ് ഈ ഒരു വാക്സിൻ പുറത്തിറക്കിയത്. അപ്പോ ഈ വാക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് WHO ശുപാർശ ചെയ്ത വാക്സിൻ ആണ് ഈ ഒരു MEN5CV എന്ന് പറയുന്നത്. അതായത് 5-in-1 വാക്സിൻ ആണ്. MEN5CV എന്ന് പറയുന്ന വാക്സിൻ എന്താണ്? 5-in-1 വാക്സിൻ ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് 5 തരം മെനിങ്കോകോക്കൽ ബാക്ടീരിയകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ വാക്സിൻ സംരക്ഷണം നൽകുന്നു. അപ്പൊ മെനിങ്കോകോക്കൽ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മെനിങ്കോകോക്കൽ എന്ന് പറയുന്നത്. മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മെനിങ്കോകോക്കൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഈ മെനിങ്കോകോക്കൽ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ 5 വകഭേദങ്ങളുണ്ട്. 5 വകഭേദങ്ങൾ അല്ലെങ്കിൽ 5 ഇനങ്ങളുണ്ട്. ഈ 5 ഇനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ലോകത്തിലെ ആദ്യ വാക്സിൻ ആണ് MEN5CV എന്ന് പറയുന്ന വാക്സിൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, മുൻപും ലോകത്ത് മെനിഞ്ചൈറ്റിസിന്റെ വാക്സിൻ ഇല്ലേ?
ഉണ്ടല്ലോ, മെനിഞ്ചൈറ്റീസിന് വാക്സിൻ ഉണ്ട്. പക്ഷെ എന്താണ് MEN5CV വാക്സിന്റെ പ്രത്യേകത? നമ്മൾ പറഞ്ഞു 5-in-1 വാക്സിൻ ആണ്. മെനിഞ്ചൈറ്റീസിന് കാരണമാകുന്ന മെനിങ്കോക്കൽ എന്ന് പറയുന്ന വാക്സിന്റെ 5 ഇനങ്ങളുണ്ട്. നമ്മൾ നേരത്തെ വൈറസിന്റെ സബ് വേരിയന്റ് എന്ന് പറയും പോലെ ബാക്ടീരിയയുടെ 5 ഇനങ്ങളുണ്ട് മെനിങ്കോകോക്കൽ ബാക്ടീരിയ. ഈ മെനിങ്കോകോക്കൽ ബാക്ടീരിയയുടെ ഈ 5 ഇനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാനായിട്ട് ഈ MEN5CV എന്ന് പറയുന്ന നൈജീരിയ പുറത്തിറക്കിയ വാക്സിന് സാധിക്കും. അതാണ് പ്രത്യേകത. അപ്പൊ നമ്മുടെ തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും ചുറ്റി സംരക്ഷിക്കുന്ന മെനിഞ്ചസ്, ആ ഒരു ചർമ്മം അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിനെയാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത്. സോ അതിന്റെ വീക്കത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റീസ് എന്ന് പറയുന്ന രോഗം. ഓക്കെ, അപ്പൊ മെനിഞ്ചൈറ്റീസ് 5 തരത്തിലുള്ള മെനിഞ്ചൈറ്റീസിനെ പ്രതിരോധിക്കാനായിട്ട്, അതായത് ഈ നൈജീരിയ എന്ന് പറഞ്ഞ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന കൂടുതൽ മെനിഞ്ചൈറ്റീസ് രോഗികളുള്ള ഒരു ബെൽറ്റാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വരികയും WHO പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഈ 5 തരത്തിലുള്ള മെനിഞ്ചൈറ്റീസിന് അല്ലെങ്കിൽ മെനിങ്കോകോക്കൽ ബാക്ടീരിയയും ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ച് നിർത്താനായിട്ട് ഒരു വാക്സിൻ കൊണ്ടുവരുന്നത്. അത് WHO ശുപാർശയോടുകൂടി അതിന് എന്ത് ലഭിച്ചു? ആ വാക്സിന്റെ പേരാണ് MEN5CV എന്ന് പറയുന്ന വാക്സിൻ. നൈജീരിയയാണ് പുറത്തിറക്കിയെന്ന് പ്രത്യേകിച്ച് പഠിച്ചു വെക്കുക. ഇനി എടുത്ത് നോക്കിക്കേ, രക്താർബുദ ചികിത്സയ്ക്ക്, ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റിനായിട്ട് രാജ്യത്തെ ആദ്യമായിട്ട് ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ചത്. ഓറൽ കീമോ ഇത് വലിയവരെ ഉദ്ദേശിച്ചല്ല, പ്രത്യേകിച്ച് കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഓറൽ കീമോ വാക്സിൻ ആണ്. ക്യാൻസറിന്റെ ഏറ്റവും കടുത്ത ഒരു ഘട്ടമാണ് കീമോ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ കുട്ടികൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തില് കുട്ടികൾക്ക് നൽകാൻ പറ്റുന്ന ഒന്നാണ് ഓറൽ കീമോ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ബ്ലഡ് ക്യാൻസർ വന്നിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൽകാനായിട്ടുള്ള ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ചത് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. മുംബൈയിലുള്ള ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. അവർ വികസിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഓറൽ കീമോ മരുന്നിന്റെ പേര് പ്രീവാൾ എന്നാണ്. പ്രീവാൾ അല്ലെ? വളരെ നല്ലൊരു സംരംഭമാണ് അല്ലെ? അപ്പോൾ ഇത് കുട്ടികൾക്ക് തുള്ളി മരുന്ന് പോലെയൊക്കെ നൽകാനായിട്ട്, വേദന കുറച്ച് അത്തരത്തിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് കൂടി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുള്ള ലോകത്തിലെ, നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്നാണ്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്നാണ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. പേര് പ്രീവാൾ എന്നാണ്. ഇനി നോക്കിക്കേ, റീസെന്റ് ആയിട്ട് ലോകാരോഗ്യ സംഘടന നമ്മുടെ ഇന്ത്യ ഒരു രോഗത്തെ അതിജീവിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. റീസെന്റ് ആയിട്ട് ലോകാരോഗ്യ സംഘടന നമ്മുടെ ഇന്ത്യ ഒരു രോഗത്തെ അതിജീവിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഏത് രോഗത്തെയാണെന്ന് ചോദിച്ചാൽ ട്രൊക്കോമ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്ന ഒരു ഇൻഫെക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഒരു ബാക്ടീരിയ അണുബാധയാണ് ട്രൊക്കോമ. ഈ ട്രൊക്കോമ ബാധിക്കുന്ന അല്ലെങ്കിൽ ട്രൊക്കോമയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണെന്ന് നോക്കിക്കേ, ക്ലെമീഡിയ ട്രൊക്കോമാറ്റിസ്. പഠിച്ചു വെച്ചേക്കണേ, ഇതൊരു പകർച്ചവ്യാധിയാണ്. അപ്പൊ ക്ലെമീഡിയ ട്രൊക്കോമാറ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ട്രൊക്കോമയ്ക്ക് കാരണമാകുന്നത്. ക്ലെമീഡിയ ട്രൊക്കോമാറ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ. സോ അപ്പോൾ റീസെന്റ് ആയിട്ട് ലോകാരോഗ്യ സംഘടന ഇന്ത്യ ഈ ഒരു രോഗത്തെ അതിജീവിച്ചതായിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഇന്ത്യ ഈ ഒരു രോഗത്തെ അതിജീവിച്ചതായിട്ട് എന്ത് ചെയ്തു? ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. അപ്പോൾ ആഗോളതലത്തിൽ ഇതുവരെ 19 രാജ്യങ്ങൾ മാത്രമാണ് ട്രൊക്കോമ മുക്തമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ആഗോളതലത്തിൽ ഇതുവരെ 19 രാജ്യങ്ങൾ മാത്രമാണ് ട്രൊക്കോമ മുക്തമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. 1963 നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും ലോകാരോഗ്യ സംഘടനയും കൂടെയൊക്കെ ചേർന്നിട്ട് ഇന്ത്യയെ ട്രൊക്കോമ മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് യുണിസെഫിന്റെ പിന്തുണയോടുകൂടി ട്രൊക്കോമ നിയന്ത്രണ പദ്ധതി എന്ത് ചെയ്തത്?
ആരംഭിച്ചത്. സോ അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2024 ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇന്ത്യ ട്രക്കോമ എന്ന് പറയുന്ന കണ്ണിനെ ബാധിക്കുന്ന ഈ ഒരു പകർച്ചവ്യാധിയായിട്ടുള്ള ഈ ഒരു അണുബാധ രോഗത്തെ എന്ത് ചെയ്തു, ഇന്ത്യ അതിജീവിച്ചതായിട്ട് പറഞ്ഞു. അപ്പൊ ഇതിന് കാരണമാകുന്ന ആ ഒരു ബാക്ടീരിയ ഓർത്ത് വെക്കണം നിങ്ങൾ, ക്ലമീഡിയ ട്രക്കോമാറ്റിസ് കേട്ടോ. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്, ക്ലമീഡിയ ട്രക്കോമാറ്റിസ്. നെക്സ്റ്റ് വൺ നോക്കാം. അടുത്തിടെ മാർബർഗ് വൈറസ് മൂലം, മാർബർഗ് എന്ന് പറയുന്ന വൈറസ്, മാർബർഗ് വൈറസ് മൂലം മരണം റിപ്പോർട്ട് ചെയ്ത ആഫ്രിക്കൻ രാജ്യമാണ് റുവാണ്ട. റുവാണ്ടയിലാണ് മാർബർഗ് എന്ന് പറയുന്ന വൈറസ് മൂലം എന്ത് ചെയ്തത്, മരണം റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഈ രോഗം എന്ന് പറയുന്ന ജർമ്മനിയിൽ മാർബർഗ് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. ആ സിറ്റിയിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു രോഗം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു രോഗത്തിന് മാർബർഗ് വൈറസ് എന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നോക്കിക്കേ, എബോളയുടെ അതേ കുടുംബത്തിലുള്ള വൈറസ് ആണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം പാനിക് ആയിട്ട് ഈ ഒരു രോഗത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മാർബർഗ് റീസെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്, റുവാണ്ടയിലാണ്. ഇനി 2024 ഒക്ടോബറിൽ നമ്മുടെ തിരുവനന്തപുരത്ത് 75 വയസ്സുകാരനിൽ സ്ഥിരീകരിക്കപ്പെട്ട രോഗമാണ് മ്യൂറിൻ ടൈഫസ് എന്ന് പറയുന്ന രോഗം. മ്യൂറിൻ ടൈഫസ് റീസെന്റ് ആയിട്ട് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രോഗമാണ്. അപ്പോ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എലിച്ചെള്ളിൽ നിന്നൊക്കെ, ചെള്ളിന്റെ കടി ഏൽക്കുന്നത് മൂലം നമുക്ക് കിട്ടുന്ന, മനുഷ്യർക്ക് വരുന്ന ഒരു രോഗമാണ് മ്യൂറിൻ ടൈഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ചെള്ള് പനിക്ക് സമാനമായിട്ടുള്ള ബാക്ടീരിയൽ രോഗമാണ് എന്തെന്ന് പറയുന്നത്, മ്യൂറിൻ ടൈഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ബാക്ടീരിയയുടെ പേര് നോക്കിക്കേ, റിക്കറ്റ്സിയ ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ. റിക്കറ്റ്സിയ ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഇതിന്റെ രോഗകാരി എന്ന് പറയുന്നത്. രോഗകാരി പഠിച്ചു വെക്കണേ, റിക്കറ്റ്സിയ ടൈഫി. ഇത് കൂടുതലായിട്ടും കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആവുന്നത് വയസ്സായ ആളുകൾക്കാണ്. മീൻസ് കുറച്ചുകൂടി ഈ ഒരു രോഗം വന്നാൽ മരണസാധ്യത കൂടുതൽ വയസ്സായ ആളുകൾക്കാണ് കേട്ടോ. അപ്പൊ റിക്കറ്റ്സിയ ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഈ ഒരു മ്യൂറിൻ ടൈഫസ് എന്ന് പറയുന്ന രോഗത്തിന്റെ രോഗകാരി എന്ന് പറയുന്നത്. അപ്പൊ കൂടുതലായിട്ടും ഇത് ഉഷ്ണമേഖലാ രാജ്യങ്ങളിലാണ് ഈ മ്യൂറിൻ ടൈഫസ് എന്ന് പറയുന്ന രോഗം എന്ത് ചെയ്യുന്ന കാണപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് എന്ത് ചെയ്യില്ല, പകരില്ല. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് എന്ത് ചെയ്യില്ല, പകരില്ല. എലിച്ചെള്ള് വഴിയാണ് ഈ രോഗം എന്ത് ചെയ്യുന്നത്, പകരുന്നത്. നമ്മുടെ കരളിന്റെയും വൃക്കയുടെയും ഒക്കെ പ്രവർത്തനത്തെയാണ് ഇത് ബാധിക്കുന്നത് കേട്ടോ. അപ്പൊ മ്യൂറിൻ ടൈഫസ് റീസെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച രാജ്യമാണ് ഈജിപ്റ്റ്. അപ്പൊ ഈജിപ്റ്റിനെ എന്തായിട്ട് പ്രഖ്യാപിച്ചു, മലേറിയ മുക്ത രാജ്യമായിട്ട് റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഇനി അടുത്തത്, ലോകത്ത് ആദ്യമായിട്ട് ടൈപ്പ് 1 പ്രമേഹത്തെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിലൂടെ ഭേദപ്പെടുത്തിയ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് 1 പ്രമേഹമുണ്ട്, ടൈപ്പ് 2 പ്രമേഹമുണ്ട്. ടൈപ്പ് 1 പ്രമേഹത്തെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിലൂടെ ആദ്യമായിട്ട് ഭേദപ്പെടുത്തിയത് ചൈനയിലാണ്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിന്റെ അവസാനമായി. ഏത് പ്രോജക്റ്റിന് കീഴിലാണ് ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി നിലവിൽ വന്നത്? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭീഷ്മ എന്ന് പറയുന്ന പ്രോജക്റ്റിന് കീഴില് ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ്? നമ്മുടെ ഗുരുഗ്രാമിലാണ്. അതായത് നമ്മുടെ യുദ്ധമുഖത്തായിരുന്നാലും ദുരന്തമുഖങ്ങളിലായിരുന്നാലും പെട്ടെന്ന് രോഗികളെ രക്ഷിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റൽ നമുക്ക് പോർട്ടബിൾ ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹयोग ഹിത ആൻഡ് മൈത്രി അഥവാ ഭീഷ്മ എന്ന് പറയുന്ന പ്രോജക്റ്റിന് കീഴിൽ തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ് ആരോഗ്യ മൈത്രി 8 ക്യൂബ് എന്ന് പറയുന്നത്. ആരോഗ്യ മൈത്രി 8 ക്യൂബ് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ സംവിധാനങ്ങളോട് കൂടിയുള്ള ചെറിയ ക്യൂബുകളായിട്ടുള്ള ഏകദേശം 72 ക്യൂബുകളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് ഈ പോർട്ടബിൾ ഹോസ്പിറ്റൽ എന്ത് ചെയ്തിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, 72 ക്യൂബുകളിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ആശുപത്രിയാണ് ഈ ആരോഗ്യ മൈത്രി 8 ക്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പോർട്ടബിൾ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത് ഭീഷ്മ എന്ന് പറയുന്ന പ്രോജക്റ്റിന് കീഴില്. സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ്.
പഠിച്ചു വെക്കണം. എവിടെ നിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.